ഇന്നത്തെ അറിയിപ്പുകൾ. അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഡൽഹിയെ രക്ഷിക്കാൻ കടുത്ത നടപടിയിലേക്ക് സർക്കാർ. വാഹനപ്പെരുപ്പ് നിയന്ത്രിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചേക്കും. ഒരു കുടുംബത്തിന് വാങ്ങാൻ കഴിയുന്ന വാഹനങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്താനും പെട്രോൾ മോട്ടോർ ബൈക്കുകളുടെയും സ്കൂട്ടറുകളുടെയും വിൽപ്പന നിരോധിക്കാനും സർക്കാർ തീരുമാനിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്. മലിനീകരണം തടയുന്നതിനായി തയ്യാറാക്കിയിട്ടുള്ള കരട് നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യങ്ങൾ. ഓരോ വീടിനും ഇന്ധന കാറുകളുടെ എണ്ണം 2 പരിമിതപ്പെടുത്താനാണ് ആലോചന. EV ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങുന്നത് പ്രോത്സാഹിപ്പിക്കാനായി ചില നികുതികൾ സർക്കാർ ഒഴിവാക്കിയേക്കും. ഇത് വില 15% വരെ കുറയ്ക്കാൻ സഹായിക്കും. 2030 ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം 30% വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യം. പെട്രോൾ സ്കൂട്ടറുകളുടെയും ബൈക്കുകളുടെയും വിൽപ്പന പൂർണ്ണമായി നിരോധിക്കുകയും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇൻസെന്റീവ് ഉയർത്താനും സർക്കാർ നീക്കമുണ്ട്. 2027 ഏപ്രിൽ 1 നിരോധനം നടപ്പാക്കാനാണ് സർക്കാർ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എറണാകുളം കാക്കനാട് GCDയുടെ വൻ ഷോപ്പിംഗ് സമുച്ചയം വരുന്നു. കൊമേഴ്സ്യൽ കോംപ്ലക്സ് ഹബ്ബ് 2.0 എന്നതാണ് പദ്ധതി. ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 50 വർഷത്തിലേറെ പഴക്കമുള്ള കടമുറി കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് കൊമേഴ്സ്യൽ ഹബ്ബ് 2.0 എന്ന പേരിൽ പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. ബേസ്മെന്റ് ഉൾപ്പെടെ 5 നിലകളിലായി 18,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട്. താഴത്തെ നില പൂർണ്ണമായും പാർക്കിംഗ് സൗകര്യമായിരിക്കും. ഷോപ്പ്, ഓഫീസ് സ്പേസ്, മീറ്റിംഗ് ഹാൾ എന്നിവയും ശുചിമുറി, ലിഫ്റ്റ് സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഉണ്ടാകും. തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ പുതിയ സ്പെഷ്യൽ ട്രെയിനുമായി സദൺ റെയിൽവേ. മെയ് 5 മുതൽ ജൂൺ 10 വരെയാവും സർവീസ് നടത്തുക. സംസ്ഥാനത്തെ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണ് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ സ്പെഷ്യൽ ട്രെയിൻ സദേൺ റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്കും തിരിച്ചും 6 വീതം സർവീസുകളാണ് നിലവിലുള്ളത്. പൂർണ്ണമായും ജനറൽ കോച്ചുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 14 ജനറൽ കോച്ചുകളുമായാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുകയെന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ സ്പെഷ്യൽ ട്രെയിൻ മെയ് 5, 12, 19, 26, ജൂൺ 2, 9 തിങ്കളാഴ്ചകളിൽ വൈകിട്ട് 5:30 പുറപ്പെട്ട് പിറ്റേ ദിവസം രാവിലെ 6:50 മംഗളൂരുവിൽ എത്തിച്ചേരും. ഈ സർവീസിൽ കൊല്ലം മുതൽ മംഗളൂരു ജംഗ്ഷൻ വരെ 21 സ്റ്റോപ്പുകളുണ്ടാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിരുവനന്തപുരത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കായി സംവരണം ചെയ്ത അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി 7 ഒഴിവുകളുണ്ട്. LP, ST, UP, ST, ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, HST ഗണിതം, HST ഫിസിക്കൽ സയൻസ് തസ്തികകളിലാണ് നിയമനം. ബിരുദം, B.Ed യോഗ്യതാ പരീക്ഷ പാസ്സായവർക്കാണ് നിയമനം. 18 മുതൽ 40 വയസ്സിനിടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാനാവുക. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ മെയ് 2 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം.